ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. ദുബായിൽ ഇ ഹെയിലിംഗ് ടാക്സികൾക്ക് പ്രിയമേറുന്നതായി റിപ്പോർട്ട്. യാത്രക്കാരിൽ കൂടുതൽ ആളുകളും ഇ ഹെയിൽ സേവനങ്ങൾ ഉപയോഗിക്കാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നത് റോഡിലെ തിരക്ക് കുറയ്ക്കാൻ ഉൾപ്പെടെ സഹായകമാകുന്നതായും RTA അറിയിച്ചു. യാത്രക്കാർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്ന ഇ ഹെയിലിംഗ് ടാക്സി സംവിധാനം ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് വന്നതെന്നാണ് RTA അറിയിക്കുന്നത്. ദുബായിയെ ലോകത്തിലെ ഏറ്റവും സ്മാർട്ടായ നഗരമാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് കൂടുതൽ ടാക്സികളെ ഇ ഹെയിൽ സംവിധാനത്തിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇ ഹെയിൽ യാത്രകളിൽ ഈ മേഖല 16% വളർച്ച രേഖപ്പെടുത്തിയെന്നും RTA അറിയിച്ചു. ഉപഭോക്താക്കൾക്ക് തടസ്സരഹിതവും കാര്യക്ഷമവുമായ ടാക്സി സേവനങ്ങൾ നൽകുന്നതിനുള്ള മാർഗമായി ഇ ഹെയിലിംഗ് മാറിയിട്ടുണ്ട്. തിരക്കുള്ള സമയങ്ങളിൽ സ്ട്രീറ്റ് ഹെയിലിംഗിനേക്കാൾ ആളുകൾ ഇ ഹെയിലിംഗ് സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നതെന്നും RTA വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ ടാക്സികളെ ഇ ഹെയിലിംഗ് സംവിധാനങ്ങളുടെ ഭാഗമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. 24 ദുബായ്. ഭരത് മുരളി നാടകോത്സവത്തിന് അബുദാബിയിൽ തിരശ്ശീല വീണു. അബുദാബി സോഷ്യൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന്റെ 13ാമത് സീസണാണ് ഇത്തവണ നടന്നത്. നാടകങ്ങൾ മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ഉണർത്തിയാണ് അബുദാബിയിൽ ഭരത് മുരളി നാടകോത്സവത്തിന് തിരശ്ശീല വീണത്. കഴിഞ്ഞ മാസം 23-ന് തുടങ്ങിയ നാടകോത്സവത്തിൽ ഡോക്ടർ ശ്രീജിത്ത് രമണന്റെ സംവിധാനത്തിൽ ശക്തി തിയേറ്റേഴ്സ് അബുദാബി അവതരിപ്പിച്ച അബദ്ധങ്ങളുടെ അയ്യരുകളിയായിരുന്നു മേളയിലെ ആദ്യ നാടകം. തുടർന്ന് വിവിധ ദിവസങ്ങളിലായി 9 നാടകങ്ങളാണ് അബുദാബി സോഷ്യൽ സെന്ററിന്റെ വേദിയിൽ അവതരിപ്പിച്ചത്. വാശിയേറിയ മത്സരത്തിൽ തിയേറ്റർ ദുബായ് ഇന്റർനാഷണൽ അവതരിപ്പിച്ച ജീവന്റെ മാലാഖ മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടു. നാടകം സംവിധാനം ചെയ്ത OT ഷാജഹാനാണ് മികച്ച സംവിധായകൻ. അഭിമന്യു വിനയഗോപാലന്റെ സംവിധാനത്തിൽ മാസ് ഷാർജ അവതരിപ്പിച്ച ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ശ്രീജിത്ത് രമണന്റെ സംവിധാനത്തിൽ ശക്തി തിയേറ്റേഴ്സ് അബുദാബി അവതരിപ്പിച്ച അബദ്ധങ്ങളുടെ അയ്യരുകളിയും എമിൽ മാധവിയുടെ സംവിധാനത്തിൽ ദുബായ് അൽക്കൂസ് തിയേറ്റർ അവതരിപ്പിച്ച രാഘവൻ ദയ്യും 3ാം സ്ഥാനം പങ്കിട്ടു. നാട്ടിൽ പോലും കാണാത്തത്ര വനിതാ പങ്കാളിത്തം ഓരോ നാടകത്തിലും ഉണ്ടായി എന്നത് ശ്രദ്ധേയമാണെന്ന് വിധികർത്താക്കളായ ഡോക്ടർ രാജ വാര്യർ, KA നന്ദച്ചൻ എന്നിവർ വിലയിരുത്തി. സമാപന ചടങ്ങിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ മുഖ്യാതിഥിയായിരുന്നു. 24 ദുബായ്. UAE NRI ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് ആൻഡ് ബയേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ഫെബ്രുവരി 2ാം വാരം ബംഗളൂരുവിൽ നടക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിയിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായാണ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. മീറ്റിന് മികച്ച പ്രതികരണം ലഭിച്ചതായി കർണാടക മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സെക്രട്ടറിയും മുൻ മന്ത്രിയും നിയമനിർമ്മാണ കൌൺസിൽ അംഗവുമായ നസീർ അഹമ്മദ് ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിക്ഷേപ ഉച്ചകോടിയിൽ UAEയിൽ നിന്ന് മികച്ച പങ്കാളിത്തമുണ്ടാവുമെന്നാണ് പ്രതീക്ഷ. സാങ്കേതികവിദ്യ, ബയോടെക്, എയർസ്പേസ്, ഉൽപാദനം, IT തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് കഴിഞ്ഞ മാസം UAEയിൽ റോഡ് ഷോകൾ നടത്തിയിരുന്നുവെന്നും നസീർ അഹമ്മദ് വിശദീകരിച്ചു. 2024 റിയാദ് ചേംബർ ഓഫ് കൊമേഴ്സിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്ക് അറബ് ഡ്രീംസിന്റെ സഹകരണത്തോടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഫോറം റിയാദിൽ സ്വീകരണം നൽകി. ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് ചെയർമാൻ അബ്ദുള്ള ഇബ്രാഹിം അൽ ഖൊറൈഫ്, എഞ്ചിനീയർ ഇബ്രാഹിം അബ്ദുൽ റഹ്മാൻ അൽ ഷെയ്ഖ്, ഖുലൂദ് അബ്ദുൽ അസീസ് അൽ ദുഖായിൽ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ചേംബർ ഓഫ് കൊമേഴ്സിലെ വിവിധ കമ്മിറ്റികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഹൊമൂദ് അൽ തീബ്, അഹമ്മദ് ഹൊമൂദ് അൽ തീബ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ അംഗങ്ങളുടെ സാന്നിധ്യം ചേംബറിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകുമെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ പറഞ്ഞു. മുഖ്യ പ്രായോജകരായ അറബ് ഡ്രീംസ് മാനേജ്മെന്റിനെ ആദരിച്ചു. മുനീബ് പാഴൂർ, സാഫർ ജാവേദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മറ്റു വാർത്തകൾ. കോവിഡ് കാലത്ത് PPE കിറ്റുകൾ വാങ്ങിക്കൂട്ടിയതിൽ വൻ ക്രമക്കേടെന്ന് CAG. പൊതുവിപണിയിൽ ലഭിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി വില നൽകിയാണ് PPE കിറ്റുകൾ വാങ്ങിക്കൂട്ടിയതെന്ന് ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തിയ റിപ്പോർട്ടിൽ CAG ചൂണ്ടിക്കാണിക്കുന്നു. CAG റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടു. പ്രതിപക്ഷ ആരോപണം ശരിയായെന്നും നിയമപോരാട്ടം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഒരിടപാട് ഇങ്ങനെ: അനിത ടെക്സ്കോട്ട് എന്ന സ്ഥാപനം മാർച്ച് 28-ന് 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഇവരിൽ നിന്ന് 25,000 PPE കിറ്റ് വാങ്ങാൻ ആദ്യം ഓർഡർ നൽകി. എന്നാൽ അതിൽ 10,000 കിറ്റേ വാങ്ങിയുള്ളൂ. 2 ദിവസത്തിനു ശേഷം മാർച്ച് 30-ന് 1000 രൂപ കൂട്ടി 1550 രൂപയ്ക്ക് 15,000 PPE കിറ്റ് മറ്റൊരു കമ്പനിയായ സാൻ ഫാർമയിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. 2 ദിവസം കൊണ്ട് അധികമായി നൽകിയത്
1,51,00,000 രൂപ. തീർന്നില്ല. കോവിഡ് കാല പർച്ചേസിന് മുൻകൂറായി 50% തുക മാത്രമേ നൽകാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചട്ടങ്ങൾ മറികടന്ന് മുഴുവൻ തുകയും PP കിറ്റ് വാങ്ങാൻ മുൻകൂറായി സാൻഫാർമ എന്ന കമ്പനിക്ക് നൽകി. കാരുണ്യയും KMCL സ്ഥിരം PP കിറ്റുകൾ വാങ്ങിയിരുന്നത് 4 കമ്പനികളിൽ നിന്ന്. ഇവർ 450 രൂപ മുതൽ 550 രൂപ വരെയാണ് 2020 മാർച്ച് വരെ PP കിറ്റിന് വിലയിട്ടിരുന്നത്. ഈ കമ്പനികളെ ഒഴിവാക്കി ദിവസങ്ങൾക്ക് ശേഷമാണ് 3 ഇരട്ടി തുക നൽകി PP കിറ്റ് വാങ്ങിക്കൂട്ടിയത്. മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ 450 രൂപയ്ക്ക് വാങ്ങിയിരുന്ന PP കിറ്റ് മാർച്ച് മാസം അവസാനം 1550 രൂപയ്ക്കാണ് വാങ്ങിയത്. 5 കമ്പനികളിലായി ഇങ്ങനെ PP കിറ്റ് വാങ്ങിക്കൂട്ടിയതിൽ 10,23,00,000 രൂപ അധിക ചിലവുണ്ടായി എന്നാണ് CAG കണ്ടെത്തൽ. പ്രതിപക്ഷ ആരോപണം ശരിവെച്ചെന്നും മുഖ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യമന്ത്രി KK ശൈലജയും മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. കോവിഡ് കാലത്തെ പർച്ചേസുകൾ മുഴുവൻ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞിട്ട് നടത്തിയതെന്നായിരുന്നു അന്നത്തെ ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ CAG റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി കൂടി മറുപടി പറയേണ്ടി വരും. ഒപ്പം സാൻഫാർമ അടക്കമുള്ള കമ്പനികൾ എങ്ങനെയാണ് സർക്കാരുമായി ഇടപാടിനെത്തിയത് എന്നുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണവും നടത്തേണ്ടി വരും. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. കോവിഡ് കാലത്ത് PP കിറ്റുകൾ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന CAG റിപ്പോർട്ടിൽ ന്യായീകരണവുമായി മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് മുഴുവൻ തുകയും നൽകിയത്. ലോകായുക്തയ്ക്ക് മുന്നിൽ പരാതി നൽകിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകിയിട്ടുണ്ടെന്നും KK ശൈലജ പറഞ്ഞു. CAG റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാനിവിടെ നിൽക്കുകയാണല്ലോ. സഭയിൽ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് ഇതിനുള്ള മറുപടി പറഞ്ഞതാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. PP കിറ്റിന് മാർക്കറ്റിൽ ക്ഷാമമുള്ള സമയത്ത് വില കയറിയപ്പോൾ കുറച്ച് ലക്ഷക്കണക്കിന് PP കിറ്റ് വാങ്ങിയതിലാണ് 15,000 PP കിറ്റ് കൂടിയ വിലക്ക് വാങ്ങേണ്ടതായിട്ട് വന്നത്. ആ സമയത്തിൻ്റെ ആ സാഹചര്യം അങ്ങനെയായിരുന്നു. അന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത് മുഴുവൻ കിട്ടിയില്ല. 50,000 എണ്ണത്തിന് ഓർഡർ ചെയ്തിരുന്നു. ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും പ്രഥമ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്. വ്യക്തത ഇല്ലെങ്കിൽ ഗവൺമെൻറ് അതിന് വ്യക്തത ഉണ്ടാക്കി കൊടുക്കും. സംസ്ഥാനത്ത് പൊതുജനാരോഗ്യ മേഖലയിൽ ഗുണനിലവാരം കുറവെന്ന് CAG നിരീക്ഷണം. ഡോക്ടർമാർ ഉൾപ്പെടെ ജീവനക്കാരുടെ കുറവ് രൂക്ഷമാണ്. സംസ്ഥാനത്തെ റവന്യൂ ചെലവ് കൂടിയതായി വാർഷിക ധനകാര്യ പരിശോധനാ റിപ്പോർട്ടിലും പരാമർശമുണ്ട്. 2024 പൊതുജനാരോഗ്യം, വാർഷിക ധനകാര്യ പരിശോധന എന്നീ CAG റിപ്പോർട്ടുകളാണ് ഇന്ന് സഭയിൽ വെച്ചത്. പൊതുജനാരോഗ്യ മേഖലയിൽ 2022 വരെയുള്ള കണക്കുകളാണ് പരിശോധിച്ചത്. ഡോക്ടർമാരുടെയും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും കുറവ് ചികിത്സാ ഗുണനിലവാരത്തെ ബാധിച്ചു. രോഗികൾക്ക് അസൗകര്യമുണ്ടാക്കുന്നു. ഏറ്റവും കുറഞ്ഞ അവശ്യ സേവനം പോലും പല ആശുപത്രികളിലും ലഭിക്കുന്നില്ല. ആർദ്രം മിഷൻ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നില്ല. മരുന്നുകൾ ആവശ്യത്തിനെത്തിക്കുന്നതിൽ KMCL വീഴ്ച പറ്റി. മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും നടപടിയുണ്ടായിട്ടില്ല. ആവശ്യത്തിന് മരുന്നില്ല എന്ന പരാതികളും വ്യാപകമാണ്. മരുന്ന് വാങ്ങാനുള്ള ടെൻഡർ മാനദണ്ഡങ്ങളിൽ ഗുരുതര വീഴ്ച വരുത്തി. മരുന്നു കമ്പനികളിൽ നിന്ന് ഈടാക്കേണ്ട 1,64,00,000 രൂപയുടെ പിഴ KMCL ഈടാക്കിയില്ല എന്നും CAG കണ്ടെത്തി. 2023-24 വർഷത്തെ CAGയുടെ വാർഷിക ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ റവന്യൂ ചെലവ് കൂടി. 0.48% കൂടിയത്. മൂലധന ചെലവ് 2.94% കുറഞ്ഞു. GST വരുമാനം 3.56% കൂടിയെന്നും CAG കണ്ടെത്തി. 24, തിരുവനന്തപുരം. എറണാകുളം കൂത്താട്ടുകുളത്ത് വനിതാ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിയമസഭയിൽ നാടകീയ സംഭവങ്ങൾ. കൂത്താട്ടുകുളത്തെ പോലീസ് നടപടികളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിച്ചു. ഭരണപക്ഷം അഭിനവ ദുശാസനന്മാരാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിഹസിച്ചു. താൻ സംസാരിക്കുന്നതിനിടെ ഭരണപക്ഷം ബഹളം വെച്ചതിൽ പ്രകോപിതനായ VD സതീശൻ പേപ്പറുകൾ വലിച്ചെറിഞ്ഞു. പിറവം MLA അനൂപ് ജേക്കബാണ് കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ നിയമസഭയിൽ ഉന്നയിച്ചത്. CPM കൗൺസിലർക്കെതിരെ സ്വന്തം പാർട്ടിക്കാർ നടത്തിയത് സമാനതകളില്ലാത്ത അധിക്ഷേപമാണ്. ഇതാണോ മുഖ്യമന്ത്രി പറയുന്ന സ്ത്രീസുരക്ഷയെന്നായിരുന്നു അനൂപ് ജേക്കബിന്റെ ചോദ്യം. പോലീസ് നോക്കി നിൽക്കുമ്പോഴാണ് എല്ലാം നടന്നതെന്നും അനൂപ് ജേക്കബ് ആരോപിച്ചു. തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. UDF സ്വാധീനത്തിന് വഴങ്ങിയ കൗൺസിലർ കലാരാജു രാജിവെക്കയിലെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കാൽമാറ്റമാണ് പ്രശ്നങ്ങൾ കാരണമെന്ന് ന്യായീകരിക്കാനും മുഖ്യമന്ത്രി ശ്രമിച്ചു. കോൺഗ്രസിന് ഇത് അംഗീകരിക്കാൻ കഴിയും. സാധാരണഗതിയിൽ ഏതൊരംഗവും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ടതല്ലേ? കാലുമാറ്റം ഉണ്ടായാൽ തട്ടിക്കൊണ്ടുപോകലാണോ പരിഹാരമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. സ്വന്തം പാർട്ടിക്കാരിയായ സ്ത്രീയോട് ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ മറ്റുള്ള സ്ത്രീകളോട് എന്താകും സമീപനം? സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. നിങ്ങൾ ബഹളമുണ്ടാക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസന്മാരായി മാറും എന്ന് മറക്കണ്ട. പ്രസംഗം ഭരണപക്ഷം ആവർത്തിച്ച് തടസ്സപ്പെടുത്തിയതോടെ പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായി.
അങ്ങ് പ്രകോപിതനാവല്ല. ഭരണ പ്രതിപക്ഷ പോലിൽ സ്പീക്കർ നിസ്സഹായം പ്രകടിപ്പിക്കുന്നതിനും സഭ സാക്ഷിയായി. അങ്ങ് സംസാരിക്കുക. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പറയാം. അല്ല, ഞാൻ ചോദിക്കുന്ന ആരും മിണ്ടുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയറിന് അക്രമികൾക്കെതിരെയും കൂട്ടുനിന്ന പോലീസുകാർക്കെതിരെയും മുഖ്യമന്ത്രി നടപടിയെടുത്തില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമെന്ന് പറഞ്ഞ് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതിനിടെ പലതവണ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ ശക്തമായ വാക്പോരുണ്ടായി. സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കത്തിനും സഭ സാക്ഷ്യം വഹിച്ചു. 24 തിരുവനന്തപുരം. കൂത്താട്ടുകുളത്ത് നഗരസഭാ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട CPIM നേതാക്കളെ പങ്കെടുപ്പിച്ച പാർട്ടിയുടെ വിശദീകരണ യോഗം. കൂത്താട്ടുകുളത്തേത് തെമ്മാടി പോലീസ് എന്ന കേസിലെ ഒന്നാം പ്രതി ഏരിയ സെക്രട്ടറിയുമായ PB രതീഷ് പരസ്യമായി വിമർശിച്ചു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ CPIM ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 4 പ്രതികളെ റിമാൻഡ് ചെയ്തു. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഒന്നാം പ്രതിയായ CPIM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ശക്തിപ്രകടനവും വിശദീകരണ യോഗവും. പ്രതിപട്ടികയിലുള്ള ചെയർപേഴ്സൺ വിജയ് ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ്, കൌൺസിലർ സുമ വിശ്വംഭരൻ, CPIM ലോക്കൽ സെക്രട്ടറി ഫെബീഷ് ജോർജ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. കൂത്താട്ടുകുളത്തേത് തെമ്മാടി പോലീസാണെന്ന് ഏരിയ സെക്രട്ടറി. കൂത്താട്ടുകുളം പോലീസിൽ ചില തെമ്മാടികളുണ്ട്. അതായത് പോലീസിൽ ജോലി കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ജയിലിൽ കിടക്കേണ്ടവർ. പോലീസിൽ ജോലി കിട്ടി എന്നതുകൊണ്ട് മാത്രം നാട്ടിൽ നടക്കുന്നവർ. കലാരാജുവിനെതിരെ രൂക്ഷ വിമർശനമാണ് വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ നടത്തിയത്. എവിടെയായിരുന്നു ഈ പറഞ്ഞ കൗൺസിലർ? അപ്പൊ ആ കൗൺസിലർ എവിടെയോ മാറി എന്നുള്ള വസ്തുതയാണ്. അവര് പറഞ്ഞൊരു കാര്യം, ഞാൻ എൻ്റെ ബന്ധു വീട്ടിലെ എന്തോ വിവാഹത്തിനോ മറ്റോ പോയിരുന്നതിന് ശേഷം ഞാൻ അവിടെ താമസമാണ്. അവിടെ പക്ഷെ താമസിച്ചിട്ടില്ല എന്നുള്ളവർ അവിടെ അന്വേഷിച്ച് മനസ്സിലായല്ലോ. അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്താൽ സാമ്പത്തിക ബാധ്യത പരിഹരിക്കുമെന്ന് UDF നേതാക്കൾ ഉറപ്പു നൽകിയതായി കലാരാജു പറഞ്ഞതിന്റെ തെളിവുകൾ പുറത്തുവിടുമെന്നും CPIM. UDFന്റെ കുതിരക്കച്ചവട രാഷ്ട്രീയത്തിനെതിരെ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും CPIM നേതാക്കൾ പറഞ്ഞു. 24 കൊച്ചി. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണിയിലും തിരിച്ചടി. സെൻസെക്സിൽ 1620 പോയിന്റിന്റെ നഷ്ടം. നിക്ഷേപകർക്ക് 7 ലക്ഷം കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറാനുള്ള തീരുമാനത്തിൽ ട്രംപ് ഒപ്പുവെച്ചു. കോവിഡ് ദുരന്തം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടെന്നാരോപിച്ചാണ് അധികാരമേറി മണിക്കൂറുകൾക്കുള്ളിൽ ട്രംപ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്ന ഉത്തരവിൽ ഒപ്പുവെച്ചത്. അമേരിക്കയുടെയും ലോകത്തിന്റെയും തന്നെ ചരിത്രത്തിൽ നിർണായകമാവാനിടയുള്ള ഉത്തരവാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് US-ന്റെ പിന്മാറ്റം. വിഷയത്തിൽ പ്രതികരിച്ച ലോകാരോഗ്യ സംഘടന നിർഭാഗ്യകരമായ നീക്കമെന്നാണ് ട്രംപിന്റെ തീരുമാനത്തെ വിലയിരുത്തിയത്. അമേരിക്കയിലെ ജനങ്ങളടക്കമുള്ളവർക്ക് വേണ്ടിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും ഈ നീക്കം അമേരിക്ക പുനഃപരിശോധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും WHO പ്രസ്താവനയിൽ പറഞ്ഞു. സംഘടനയ്ക്ക് ഏറ്റവും അധികം സാമ്പത്തിക സംഭാവന നൽകുന്ന രാജ്യമാണ് അമേരിക്ക. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറാനുള്ള ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചു. ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നതോടെ $1 ട്രില്യൺ ലാഭം രാജ്യത്തിനുണ്ടാകുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന പ്രഖ്യാപനം നിക്ഷേപകരിൽ അനിശ്ചിതത്വമുണ്ടാക്കി. ഇതാണ് വിപണികൾക്ക് തിരിച്ചടിയായത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കണ്ണൂരിൽ CPIM 18 ഏരിയ കമ്മിറ്റികളെ തിരഞ്ഞെടുത്തപ്പോൾ ഒരു വനിതാ സെക്രട്ടറി പോലുമില്ല. സ്ത്രീ സമത്വത്തിനായി വാദിക്കുന്നവർ സ്വന്തം കാര്യത്തിൽ മൗനം പാലിക്കുകയാണെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കുറ്റപ്പെടുത്തി. പിന്നൊരാളെ പ്രസ്താവന കേട്ടു. അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രം എടുത്തു നോക്കി. ഏരിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തിരിക്കുന്നു 18 പേരെ. ഈ 18 പുരുഷന്മാരാ. ഒരൊറ്റ പെണ്ണിനെയും അവർക്ക് കിട്ടിയിട്ടില്ല. ഈ 18 പുരുഷന്മാരാണ്. എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത്? എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത്? ഞങ്ങൾ പറയുന്നതിനിങ്ങനെ കുതിര കയറാൻ വരണോ? ഞങ്ങളെ മതത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിമീങ്ങളോടാണ്. അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടണ്ടെന്നും കൂടണ്ടെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ.
പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് NOC നേടിയത് ജല അതോറിറ്റി തെറ്റിദ്ധരിപ്പിച്ചെന്ന് വെളിപ്പെടുത്തൽ. ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്കെന്ന പേരിലാണ് ഒയാസിസ് അനുമതി നേടിയതെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. പദ്ധതിക്കെതിരെ CPI പ്രാദേശിക ഘടകം രംഗത്തെത്തിയപ്പോൾ ആരുടെയും അതൃപ്തി കാര്യമാക്കുന്നില്ല എന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല സംബന്ധിച്ച് ഒയാസിസ് കമ്പനി വാട്ടർ അതോറിറ്റിയെയും കബളിപ്പിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജലം നൽകാമെന്ന് മദ്യ കമ്പനിക്ക് വാട്ടർ അതോറിറ്റി ഉറപ്പു നൽകിയിട്ടില്ല. ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്കെന്ന പേരിലാണ് ഒയാസിസ് അനുമതി തേടിയതെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EN സുരേന്ദ്രൻ. നമ്മളത് അവർക്ക് കൊടുക്കാമെന്നൊരു ഉറപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. മദ്യനിർമ്മാണശാല പദ്ധതിയുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കാനെത്തിയ BJP നേതാക്കളും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. പദ്ധതിക്കെതിരെന്ന് നിലപാട് വ്യക്തമാക്കുകയാണ് CPI പ്രാദേശിക നേതൃത്വം. പദ്ധതിക്കായി ഭൂഗർഭജലം ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന നേതൃത്വത്തിന് CPI പ്രാദേശിക ഘടകം കത്തു നൽകി. എന്നാൽ ആരുടെയും അതൃപ്തി കാര്യമാക്കുന്നില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആരും എതിർക്കുന്നുള്ളതല്ല, ഗവൺമെന്റ് നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് സമീപനം ഗവൺമെന്റ് പറയും, ആ ഗവൺമെന്റ് സമീപനത്തിന്റെ ഭാഗമായിട്ട് പാർട്ടി കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ആക്ഷേപമുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നായിരുന്നു വിവാദത്തിൽ മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രന്റെ മറുപടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പ്രസ്ഥാനം സുതാര്യത മാത്രം സ്വീകരിക്കുന്ന പ്രസ്ഥാനം, അതിന് വ്യതിചലിക്കുന്നുണ്ടോ നമ്മളപ്പോൾ പരിശോധിക്കും. പദ്ധതിയിൽ മുന്നോട്ടു പോകുമെന്ന് സർക്കാർ നിലപാട് വ്യക്തമാക്കുമ്പോഴും ആശങ്കകൾ പരിഹരിക്കണമെന്ന അഭിപ്രായം LDF ഘടകകക്ഷികൾക്കുണ്ടെന്നാണ് വിവരം. 24 പാലക്കാട്. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല പദ്ധതിയിൽ സർക്കാരിനെതിരെ അഴിമതി ആരോപണം കടുപ്പിച്ച് പ്രതിപക്ഷം. വിഷയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ കർണാടക ഡിസ്റ്റിലറി ലോബിക്ക് വേണ്ടിയാണ് പ്രതിപക്ഷം പദ്ധതിയെ എതിർക്കുന്നത് എന്നായിരുന്നു PP ചിത്തരഞ്ജന്റെ തിരിച്ചടി. സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാത്തത് അഴിമതി ആരോപണത്തിൽ നിന്ന് പ്രതിപക്ഷം പിൻവാങ്ങിയതുകൊണ്ടാണെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് പ്രതികരിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേൽ നടന്ന ചർച്ചയിൽ ബ്രൂവറി വിവാദമായിരുന്നു പ്രധാന വിഷയം. പ്രതിപക്ഷത്തു നിന്നായിരുന്നു തുടക്കം. നേരത്തെ നേതാക്കൾ പുറത്തുന്നയിച്ച അഴിമതി ആരോപണം പ്രതിപക്ഷം സഭാതലത്തിലും ആവർത്തിച്ചു. 1979 നിങ്ങൾ അന്നത്തെ ഗവൺമെന്റ് ശ്രീ പിണറായി വിജയനും ആ ഗവൺമെന്റിലുണ്ട്. അന്ന് നിങ്ങൾ പറഞ്ഞതെന്താണ്? കേരളത്തിൽ നിന്ന് ബ്രൂവറി അനുവദിക്കുന്ന പ്രശ്നമേയില്ല, അനുവദിക്കുന്നത്. എവിടെ പോയി നിങ്ങളുടെ നയം? പ്രതിരോധത്തിലാക്കിയേക്കാവുന്ന ആക്ഷേപത്തെ പ്രത്യാക്രമണത്തിലൂടെയാണ് ഭരണപക്ഷം നേരിട്ടത്. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ പ്രകടനപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് മദ്യവർജനത്തെക്കുറിച്ചാണ്, അതിനുവേണ്ടി നല്ല അവബോധം തന്നെ വളർത്താനുള്ള പ്രവർത്തനം എടുക്കുന്നുണ്ട്. എന്താ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കും, അതിനുള്ള പ്രോത്സാഹനം നൽകും. ഞങ്ങളതാണ് ചെയ്യുന്നത്. വൻ വിവാദമാക്കാൻ ശ്രമിക്കുന്ന വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാതെ നന്ദി പ്രമേയ ചർച്ചയിൽ ഉന്നയിച്ചിൽ പിടിച്ചാണ് എക്സൈസ് വകുപ്പിന്റെ പ്രതിരോധം. ഇത്രയും വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് അടിയന്തര പ്രമേയം ഉന്നയിക്കാൻ പോലുമുള്ള ധൈര്യമില്ലാത്ത ഭീരുക്കളായിട്ടുള്ള പ്രതിപക്ഷം അവരാദ്യം പറയട്ടെ. ഞാൻ അന്നേ പറഞ്ഞില്ലേ അസംബ്ലി വരട്ടെ എന്ന് പറഞ്ഞില്ലേ? അസംബ്ലി വരട്ടെ എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ? എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല അനുവദിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ നിയമസഭാ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമത്തിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. തിരുവനന്തപുരം. വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വഴിവിട്ട സഹായമൊരുക്കിയ 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മധ്യമേഖലാ ജയിൽ DIG അജയകുമാർ, കാക്കനാട് ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവർക്കെതിരെയാണ് നടപടി. നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തി. ജയിൽ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചതായി കണ്ടെത്തിയത്. ബോബി ചെമ്മണ്ണൂർ ജയിലിലായിരിക്കുന്ന സമയത്ത് മധ്യമേഖലാ DIG അജയകുമാർ ബോബി ചെമ്മണ്ണൂരിന്റെ കാറിലെത്തി. സന്ദർശക ലിസ്റ്റിൽ പേര് ചേർക്കാതെ ബോബി ചെമ്മണ്ണൂരിന് പരിചയക്കാരുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരമൊരുക്കി. ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം അദ്ദേഹത്തിന്റെ ടോയ്ലറ്റ് ഉൾപ്പെടെ ഉപയോഗിക്കാനായി ബോബി ചെമ്മണ്ണൂരിന് നൽകിയെന്നും കണ്ടെത്തി. അന്വേഷണ റിപ്പോർട്ട് ജയിൽ മേധാവി ആഭ്യന്തര വകുപ്പിന് കൈമാറി. ഇതിന് പിന്നാലെയാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത്. നടി ഹണി റോസ് നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകളും ചുമത്തി. BNS 78 പുതുതായി ചുമത്തിയത്. പിന്തുടർന്ന് ശല്യം ചെയ്തതിനാണ് ഈ വകുപ്പ് ചുമത്തിയത്. സെൻട്രൽ പോലീസ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. 24 തിരുവനന്തപുരം.
KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെ തീരുമാനിച്ച നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനം ഇന്നും നടന്നില്ല. പദവിയിൽ കടിച്ചു തൂങ്ങില്ല എന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ തുറന്നു പറഞ്ഞു. സുധാകരൻ നല്ല നേതാവാണെന്നും മുഖ്യമന്ത്രി ചർച്ച അനാവശ്യമെന്നും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. പുനഃസംഘടനയും പാർട്ടിയിലെ തർക്കം പരിഹരിക്കലും ഉൾപ്പെടെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ കീറാമുട്ടിയായി തുടരുകയാണ്. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തർക്കങ്ങൾ ഏറെയുണ്ടായി. പക്ഷേ ഐക്യ സന്ദേശം പുറത്തറിയിക്കണമെന്നായിരുന്നു ഒടുവിലെ തീരുമാനം. KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ഒന്നിച്ചു ചേർന്നുള്ള വാർത്താസമ്മേളനമായിരുന്നു അതിന് കണ്ടെത്തിയ പോംവഴി. യോഗത്തിന് ശേഷം ഐക്യ സന്ദേശം എങ്ങും കണ്ടില്ല. സംയുക്ത വാർത്താസമ്മേളനവും നടന്നില്ല. AICC സെക്രട്ടറി PV മോഹനന് വാഹനാപകടത്തിൽ പരുക്കേറ്റതിനാൽ വാർത്താസമ്മേളനം മാറ്റിവെക്കുന്നു എന്നായിരുന്നു ഇന്നലത്തെ അറിയിപ്പ്. ഉച്ചവരെ നേതാക്കൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപകടം കാരണമാക്കി വാർത്താസമ്മേളനത്തിൽ നിന്ന് ഒഴിഞ്ഞതെന്ന് ഉറപ്പ്. ഇനി എന്നതും തീരുമാനമായില്ല. KPCC അധ്യക്ഷ പദവിയിൽ കടിച്ചു തൂങ്ങില്ലെന്നായിരുന്നു ഇതിനിടയിലുള്ള കെ സുധാകരന്റെ പരസ്യ പ്രതികരണം. എനിക്ക് ഇത് ഒരു വലിയ ആഡംബരവും അലങ്കാരവുമായി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലൊന്നും ഞാനില്ല. ആർക്കും AICCക്ക് ഏത് പ്രസിഡന്റിനെയും വെക്കാം. ഞാൻ ആ പ്രസിഡന്റിന് സഹകരണം പിന്തുണ എല്ലാം കൊടുക്കും. എൻ്റെ രാഷ്ട്രീയം CPM-നെതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ്. ഇപ്പോൾ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകൾ അനാവശ്യമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മാധ്യമങ്ങൾക്ക് മുൻപിലുള്ള നിലപാട്. അത് തീർച്ചയായിട്ടും അത് അനാവശ്യം തന്നെയാണ്. അങ്ങനെ ചർച്ചയുടെ ഇപ്പോൾ ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. ഇതിനിടെയാണ് ഓരോ നേതാക്കളെയായി ദീപാദാസ് മുൻഷി നേരിൽ കാണുന്നത്. പുനഃസംഘടനയിലും പാർട്ടിയിലെ തർക്കത്തിലും നേതാക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. ഇതെല്ലാം ചേർത്ത് ഒരു അഭിപ്രായ സമന്വയം കോൺഗ്രസിൽ അകലെ. സലീം മാലിക്, 24, തിരുവനന്തപുരം. ഛത്തീസ്ഗഡ് ഗാരിയാബന്ദ് ഏറ്റുമുട്ടലിൽ 16 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു. ഇവരിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. മേഖലയിൽ സേനയുടെ തിരച്ചിൽ തുടരുന്നു. ഛത്തീസ്ഗഡിലെ ഗാരിയാബന്ദ് ജില്ലയിൽ ഇന്നലെ രാവിലെയോടെയാണ് സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. പ്രദേശത്തെ വനമേഖലയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ. ഇതുവരെ 16 മാവോയിസ്റ്റുകളെ വധിച്ചു. തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ടിരുന്ന ചൽപതി എന്ന ജയറാമിനെയും സേന വധിച്ചു. ഇവരിൽ നിന്ന് AK-47, SLR തുടങ്ങിയ മാരകായുധങ്ങളും കണ്ടെടുത്തു. സുരക്ഷാ സേനയുടെ നടപടിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. CRPF-ഉം ഛത്തീസ്ഗഡ് ഒഡീഷ പോലീസും സംയുക്തമായി നടത്തിയ ദൗത്യത്തിലാണ് മാവോയിസ്റ്റുകളെ വധിച്ചത്. ഈ വർഷം ഇതുവരെ 40ഓളം മാവോയിസ്റ്റുകളെയാണ് സുരക്ഷാ സേന വധിച്ചത്. 24 ഡൽഹി. നാളത്തെ സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കിനെ ചൊല്ലി CPIM CPI അനുകൂല സർവീസ് സംഘടനകൾ തമ്മിൽ പോര്. അന്തിച്ചന്തയ്ക്ക് പോലും ആളില്ലാത്ത സംഘടനകളാണ് സമരം നടത്തുന്നത് എന്ന സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പരിഹാസമാണ് CPI അനുകൂല സർവീസ് സംഘടന ജോയിന്റ് കൌൺസിലിനെ ചൂടിപ്പിച്ചത്. ജോയിന്റ് കൌൺസിലിനൊപ്പം പ്രതിപക്ഷ സംഘടനകൾ കൂടി പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെ നാളെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെടും. നാളെയാണ് ജോയിന്റ് കൗൺസിലിന് കീഴിലുള്ള സർവീസ് സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാസം 3 തന്നെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ, DA കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചതല്ലാതെ സമരസംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഭരണമുന്നണിയിലെ കക്ഷിയുടെ സർവീസ് സംഘടന തന്നെ സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചതോടെയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പരിഹസിച്ച് നോട്ടീസ് ഇറക്കിയത്. ആളില്ലാ സംഘടനകളാണ് സമരം നടത്തുന്നതെന്നും ചില അതിവിപ്ലവകാരികൾ കൊങ്ങി സംഘികൾക്കൊപ്പം തോളിൽ കൈയിട്ട് സമരം നടത്തുന്നുവെന്നുമാണ് പരിഹാസം. പരിഹാസത്തിൽ ജോയിന്റ് കൗൺസിലിന്റെ മറുപടി ഇങ്ങനെ: ഇതൊക്കെ അവർക്ക് പറയാം, അവർക്ക് ആള് കാണും, ആശയവും വേണമെന്നേ ഉള്ളൂ. അത് നമുക്ക് ആള് കൂടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സ്ഥലം മാറ്റി ഭീഷണിപ്പെടുത്തിയും എല്ലാം ആളുടെ കൂടെ നിർത്താൻ പറ്റും. ഇത് അങ്ങനെയല്ല. ഇത് ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരു തൊഴിലാളി സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൂടെ നിൽക്കുക. നമുക്കൊരു അങ്ങനെ ഒരു അധികാരം ഉപയോഗിച്ച് ആരെയും നമ്മൾ കൂട്ടാറില്ല. CPI സർവീസ് സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ച നാളെ തന്നെ പ്രതിപക്ഷ സർവീസ് സംഘടനകളും പണിമുടക്കുകയാണ്. പ്രതിപക്ഷം കൂടി വന്നതോടെ പണിമുടക്ക് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനി സുപ്രീം കോടതിയെ സമീപിച്ചു. 2 ഫോറൻസിക് വിദഗ്ധരെ വീണ്ടും വിസ്തരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത്. പ്രധാന സാക്ഷികളെ വിസ്തരിച്ച സമയത്ത് താൻ ജയിലിലായിരുന്നതിനാൽ അഭിഭാഷകനോട് കാര്യങ്ങൾ സംസാരിക്കാനായില്ല എന്നാണ് പൾസർ സുനിയുടെ വാദം. ഈ ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയതിനാലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പൾസർ സുനിയുടേത് ബാലിശമായ വാദമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.